നമസ്കാരം. നമ്മുടെ പുരാണങ്ങളിൽ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് ഹനുമാൻ്റേത്. ഹനുമാൻ്റെ ശ്രീരാമനോടുള്ള ഭക്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും വലിയൊരു ആത്മബന്ധമാണ് ഹനുമാന് ശ്രീരാമനോട് ഉണ്ടായിരുന്നത്. ഹനുമാൻ ഒരിക്കലും ശ്രീരാമനെതിരെ പറയാനോ നീങ്ങാനോ ഒന്നും തന്നെ കഴിയുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഹനുമാൻ എന്ന് പലരും വിളിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ശ്രീരാമനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് മറ്റാരുമല്ല, അർണാബ് ഗോസ്വാമി എന്ന പ്രമുഖനായ മാധ്യമപ്രവർത്തകനാണ് പെട്ടെന്ന് ഈ ഒരു ചുവടുമാറ്റം നടത്തിയിരിക്കുന്നത്. തൻ്റെ റിപ്പബ്ലിക് ടി വിയിലൂടെ അദ്ദേഹം ഇപ്പോൾ അതിരൂക്ഷമായ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെയും BJP ഒക്കെ തന്നെ വിമർശിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നത്. നമുക്കറിയാം, അർണാബ് ആസാം സ്വദേശിയാണ്. അദ്ദേഹം ശരിക്കും ഒരു ഇടതുപക്ഷ ചായവുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. NDTV-യിലായിരുന്നു അദ്ദേഹം ആദ്യം ജോലി ചെയ്തിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പിണറായിയൊക്കെ പോലെ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകൾ നടത്തുന്ന ചാനലിൽ ഏതാണ്ട് അവരുടെ നയങ്ങളെ അനുകൂലിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അർണാബ് ചർച്ചകൾ നടത്തിയിരുന്നത്. പിന്നീട് അദ്ദേഹം പല ചാനലുകൾ മാറി. ഒടുവിൽ സ്വന്തമായിട്ട് TV ചാനൽ തുടങ്ങി. ടൈംസ് നൗവിലുണ്ടായിരുന്നു. റിപ്പബ്ലിക് TV തുടങ്ങിയപ്പോഴാണ് നമുക്ക് അർണാബ് ഗോസ്വാമിയുടെ അതിശക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അദ്ദേഹം വല്ലാതെ അലറി വിളിക്കുകയും ബഹളം വയ്ക്കുകയും തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്ന ആളുകളെ ചാനൽ സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നത് പലരും ലൈവായി അത്ഭുതത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയും ന്യൂസ് അവർ അവതരിപ്പിക്കാം, ഇങ്ങനെയും ചാനൽ ചർച്ചയാകാം എന്ന് അർണാബ് ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം തന്നെ അർണാബിൻ്റെ ഏറ്റവും വലിയ ആരാധനാപാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അർണാബിന് പ്രത്യേക അഭിമുഖമൊക്കെ തന്നെ നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ BJP-യുടെ എല്ലാ കാലത്തെയും ഒരു ശക്തനായ വക്താവെന്നോ സംരക്ഷകനെന്നൊക്കെ പറയാവുന്നുള്ളൊരു പദവി ഇദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. റിപ്പബ്ലിക് TV തുടങ്ങിയ ശേഷമുള്ള ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ അർണാബ് ഗോസ്വാമി എന്ന വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയും BJP-ക്ക് വേണ്ടിയും മറ്റ് സംഘപരിവാർ സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ തന്നെ ശക്തിയുക്തം പോരാടുന്നത് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തവർ അദ്ദേഹത്തിന് ഒരുപാട് ഇരട്ടപ്പേരുകൾ നൽകി കളിയാക്കിയിരുന്നു. നരേന്ദ്രമോദിയുടെ ഹനുമാൻ, സംഘപരിവാറിൻ്റെ ഗീബൽസ്, ഗോഡി മീഡിയയുടെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ തുടങ്ങി ഒരുപാട് ഇരട്ടപ്പേരുകൾ അവർ നൽകിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം തിരിയുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി വിമർശനം നടത്തുകയാണ് അർണാബ് ഗോസ്വാമി. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി തന്നെയാണ് വിമർശനം എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ആരവല്ലി കുന്നുകളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ അതിശക്തമായ ഭാഷയിലാണ് അർണാബ് ഗോസ്വാമി കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇൻഡിഗോ എയർലൈൻസിലുണ്ടായ വിവാദങ്ങൾ, അതുപോലെ എയർ ഇന്ത്യ വിമാന ദുരന്തം, ഇതൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ BJP-ക്കെതിരെ അദ്ദേഹം ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ BJP നേതാക്കന്മാർ പലരും ആഡംബര ജീവിതം നയിക്കുന്നവരാണെന്നൊക്കെയുള്ള വിമർശനങ്ങളും അർണാബ് നിരന്തരമായി ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കാം അർണാബിന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു നയമാറ്റത്തിന് കാരണമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയുകയില്ല. എങ്കിലും ഒരുപക്ഷെ റേറ്റിങ്ങിൽ ഒരുപാട് താഴേക്ക് റിപ്പബ്ലിക് TV പോയത് തന്നെ ആയിരിക്കാം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്ന് വേണം നമ്മളും കരുതാൻ. കാരണം ഒരു TV ചാനൽ നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ റേറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ മറ്റ് പല ചാനലുകളും നേരത്തെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ടൈംസ് നൗ ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ തന്നെ ഇപ്പോൾ വളരെ കാതം മുന്നിലാണ് റിപ്പബ്ലിക് TV-യേക്കാൾ. NDTV ഒക്കെ തന്നെ അർണാബ് ഗോസ്വാമി കടത്തിവെട്ടി പോകുമ്പോൾ 4ാം സ്ഥാനം കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കാം അർണാബിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യൂട്ടേൺ അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി നമുക്ക് കണക്കാക്കാവുന്നത്. പിന്നെ മനുഷ്യൻ്റെ കാര്യമാണ്, ഓരോരുത്തർക്കും പല സമയങ്ങളിൽ നിലപാടുകളൊക്കെ മാറ്റം വരുത്താം. എന്നാൽ ഇത്രയും ശക്തമായി BJP-ക്ക് വേണ്ടിയും മോദിക്ക് വേണ്ടി കാഞ്ഞടിച്ചിരുന്ന അർണാബിന് ഇതെന്താണ് പറ്റിയതെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം നടന്ന ചർച്ചകൾ കണ്ടാൽ നമ്മൾ ആരായാലും ഞെട്ടിപ്പോകും. കാരണം ഇത്രയും രൂക്ഷമായി BJP-യെ വിമർശിക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചാനലുകളോ അതിന് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളോ ഒന്നും തന്നെ പോലും തയ്യാറാകത്തില്ല. അത്രയും ശക്തമായ ഭാഷയിലാണ്, അത്രയും രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ അടക്കിപ്പിടിച്ച് വിമർശിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ വന്ന സമയത്ത് റിപ്പബ്ലിക് TV-ക്ക്, അതായത് അർണാബിനാണ് അഭിമുഖം നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയ സമയത്ത് അർണാബിന് അഭിമുഖം നടത്താനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ള കാര്യം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ അർണാബിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ അഭിമുഖം നടത്താൻ തന്നെ അയച്ചതുപോലെ ഇന്ത്യയുമായി മികച്ച ബന്ധമുള്ള മറ്റൊരു രാജ്യമായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ തനിക്ക് അഭിമുഖം നടത്താൻ കഴിയുമെന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അർണാബ് കരുതിയിരുന്നത്. പക്ഷേ അതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവസരം കേന്ദ്ര സർക്കാർ നൽകാത്തതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അതോ നമുക്ക് ആർക്കും അറിയാത്ത തരത്തിൽ എന്തെങ്കിലും അന്തർധാരകൾ
മറ്റെന്തെങ്കിലും ഇവർ തമ്മിലൊക്കെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. ഏതായാലും അർണാബ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നിരന്തരമായി ഇപ്പോൾ മോദി സർക്കാരിനെയും BJP-യൊക്കെ വിമർശിക്കാൻ അദ്ദേഹം സദാസമയവും സന്നദ്ധരായിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മുമ്പ് മോദിക്കും BJP-ക്കും എല്ലാം എതിരെ നിലപാട് സ്വീകരിച്ച ചില പാനലിസ്റ്റുകളെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കിവിട്ട പാരമ്പര്യമുള്ള അർണാബ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് സ്വാഭാവികമായും അവിടെ വരുന്നൊരു ചോദ്യം. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ആരവല്ലി കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അർണാബ് ഗോസ്വാമി നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിമർശിക്കുകയായിരുന്നു. പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത്. ഈ പ്രധാനമന്ത്രി എവിടെയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മുടെ നാടിൻ്റെ പ്രകൃതി സംബന്ധമായ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരവല്ലി കുന്നുകൾ. അവ ഇടിച്ചു നിരത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണെന്നൊക്കെ അദ്ദേഹം എടുത്തു ചോദിച്ചത് പലപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ ചർച്ചയ്ക്കെത്തിയ പ്രതിപക്ഷത്തെ നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മാത്രമല്ല, ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം കേന്ദ്രമന്ത്രിയെ തന്നെയാണ് ക്ഷണിച്ചിരുന്നത്. അദ്ദേഹം എത്താത്തതുകൊണ്ട് ആ കസേര ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് പല തവണ അർണാബ് ഉറക്കെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വസ്ഥമായ ശൈലിയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും അതിസ്നേഹം ബദ്ധശത്രുത എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണോ അർണാബിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നറിയില്ല. വല്ലാത്ത സ്നേഹിച്ചു പോയാൽ പിന്നെ പിണങ്ങിയാൽ അത് ഒരു അന്തമൂലത്ത രീതിയിലുള്ള പിണക്കമായിരിക്കുമെന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ആയിരിക്കുമോ അർണാബിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമയാന മേഖല ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യയ്ക്കും തിറെഴുതി കൊടുത്തിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ അർണാബ് ചില ചർച്ചകളിൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നായി ഈ വ്യോമയാന മേഖല മാറി എന്നൊക്കെ അർണാബ് എടുത്തു കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അദാനിയുമായുള്ള പ്രശ്നങ്ങളാണോ ഒരുപക്ഷെ അർണാബിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്നും പലരും സംശയം. അർണാബ് ഗോസ്വാമി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് ഒരാൾ നിലപാട് മാറുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ നാട്ടിലെ മാധ്യമരംഗത്ത് തന്നെ ഇത് വിചിത്രവും അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. കാരണം പലരും ക്രമേണ നിലപാട് മാറ്റി കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഒറ്റയടിക്ക് യൂട്ടേൺ എടുത്ത് ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം എന്തുകൊണ്ട് അർണാബ് നടത്തി എന്നുള്ള കാര്യം ഒരുപക്ഷെ നാളെ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും.